ഹെൽമെറ്റൊക്കെ പിടിച്ച് സ്റ്റൈലാക്കിയുള്ള വരവ് കണ്ടായിരിക്കും ഞാനാണ് ഇന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ നമ്മൾ ആദ്യം തുറന്ന റെസ്റ്റോറൻറ്റിൽ കയറി നല്ല സ്റ്റൈലും മസാല ദോശയും ചൂടൻ വടയും ചട്നിയും പാൽച്ചായൊക്കെ അടിച്ച് നമ്മൾ ഇന്നത്തെ ഞായറാഴ്ച യാത്ര തുടങ്ങി. നമ്മളിന്ന് പോകുന്നത് മുതലമട വാട്ടർഫോൾസിലേക്കാണ്. അനന്യയാണ് ഇന്നത്തെ എൻ്റെ ഡ്രൈവർ. 4 ബൈക്കിലായിട്ട് എല്ലാവരും കൂടി പോവാണ്. ഒരു 1 hour ട്രാവലിന് ശേഷം തമിഴ്നാടെത്തി. തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ വാട്ടർഫോൾസിലേക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ വാട്ടർഫോൾസിൻ്റെ പേരാണ് മുതലമട. എനിക്കെപ്പോഴും പേര് കൺഫ്യൂഷൻ ആവും കേട്ടോ. അങ്ങനെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മൾ ഭയങ്കര പീസ്ഫുള്ളായ സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ കരുത് ഒത്തിരി ആളുണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും മടിയന്മാരാന്ന് തോന്നുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് ആരും ഏറ്റിട്ടുണ്ടായില്ല. ഞാൻ ഇനിയും പതുക്കെ ചാടി കുളൂസാക്കി നടന്നതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കണ്ടപ്പോൾ ചാട്ടം മാറ്റി നടത്തായി. ഓരോ നടത്തത്തിന് ശേഷം നമുക്ക് വിശ്രമിക്കാനായിട്ട് ഒരു റെസ്റ്റിംഗ് ഹബ്ബുകളുണ്ട്. അതൊരു നല്ല ഏർപ്പാടെന്നാണ് തോന്നുന്നത്, എസ്പെഷ്യലി മടിയന്മാർക്ക്. ഇവരെ അഭിപ്രായങ്ങളും മടിച്ചുപൊളികളും റീൽ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വാട്ടർഫോൾസ് നോക്കിയപ്പോൾ അത് ഒരു തുള്ളി വെള്ളം പോലുമില്ല. അങ്ങനെ വാട്ടർഫോൾസ് നിരുത്സാഹപ്പെടുത്തിയ സ്ഥിതിക്ക് നമ്മൾ വ്യൂ പോയിന്റ് കാണാമെന്ന് കരുതി കുന്നും മലയും വള്ളിച്ചെടികളും കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ താണ്ടി പതുക്കെ നമ്മൾ വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലായി. ഇടയ്ക്ക് ചെറിയ ചെറിയ മുള്ളും പിന്നെ കുപ്പിച്ചിലൊക്കെ ഉണ്ട്. ഇവിടെ എങ്ങനെയാണ് ഇത്രയും കുപ്പിച്ചിൽ വരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. കുറച്ചൊരു ദുർഘടമായിരുന്നു. പക്ഷെ എന്നാലും മടിയന്മാരായ ഞങ്ങൾ കിതച്ചും തളർന്നുമൊക്കെ ഡെസ്റ്റിനേഷനിലെത്തി. ഡെസ്റ്റിനേഷൻ ഞങ്ങൾ ചെറുതായിട്ട് നിരുത്സാഹപ്പെടുത്തി. എന്നാലും എല്ലാവരും കൂടിയുള്ള ആ ഒരു വൈബും ചളിയടിയും മൊത്തത്തിൽ ഞായറാഴ്ച